കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും തലമുറുകുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. ഇതാർക്ക് തള്ളിക്കളയാൻ കഴിയാത്ത കാര്യമാണ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിൽ ഒന്നാമനായി തന്നെയാണ് അദ്ദേഹം നിലനിന്നത്. അതേസമയം അദ്ദേഹത്തിനൊപ്പം സംഘടനയ്ക്കുള്ളിൽ സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറിയതും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിനുള്ള ജനസമ്മതി കൊണ്ട് തന്നെയാണ്. ആ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്ത് മന്ത്രിസഭയ്ക്കും CPM-നുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവയിൽ പലതും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും അദ്ദേഹം ചെയ്തു. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. എന്നാൽ സ്വന്തം പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായി തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകർ കണ്ടു. ആ ഒരു വീഴ്ച തന്നെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം സമ്മാനിച്ചതും. VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിൽ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് സജീവമല്ലാതായി മാറുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ഇനി ഒരുപക്ഷെ അടുത്ത ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം നിലവിൽ വന്നാൽ പോലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തില്ല എന്ന സൂചനകൾ ഏകദേശം വ്യക്തമായിരുന്നു. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ തുടക്കം മുതൽ ഏകദേശം 3-3.5 വർഷം വരെ അതേ സാഹചര്യം തന്നെയാണ് തുടർന്നു വന്നിരുന്നത്. എന്നാൽ നിലവിൽ അതല്ല സ്ഥിതി. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി രമേശ് ചെന്നിത്തല മാറുന്ന കാഴ്ചകളാണ് ഈ അടുത്ത ആഴ്ചകളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സംഘടനയുടെ തലപ്പത്തും നിയമസഭയിലെ പ്രതിപക്ഷ തലപ്പത്തും മറ്റാരൊക്കെയാണെങ്കിലും രമേശ് ചെന്നിത്തല ഇന്നും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യക്തിയായി കോൺഗ്രസിനുള്ളിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഇരു ധ്രുവങ്ങളിലായാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം. CPM-ൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കാര്യം തീരുമാനിച്ചാൽ അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകില്ല. കേഡർ പാർട്ടി സംവിധാനത്തിൽ മുന്നോട്ടു പോകുന്ന CPM-ന് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസം കാണില്ല. കാരണം ആ പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും അച്ചടക്കം ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കോൺഗ്രസ് സംവിധാനം അങ്ങനെയല്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. മാത്രമല്ല മത-സാമുദായിക സംഘടനകളുടെ പിന്തുണയും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് അനിവാര്യമാണ്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ സജീവമായി നിന്ന രമേശ് ചെന്നിത്തല ഒടുവിൽ പിന്മാറിയതോടെ സതീശൻ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. രമേശ് ചെന്നിത്തല പാർട്ടിക്കുള്ളിൽ ശക്തനായി. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണെന്ന അടയാളങ്ങൾ അദ്ദേഹം ഇടയ്ക്കിടെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയുണ്ട്. ആ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ അടുത്ത തവണ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് ഭൂരിപക്ഷം പേരും ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ സംഗതി മത-സാമുദായിക സംഘടനകളുടെ പിന്തുണയാണ്. ഈ പിന്തുണകളുടെ കണക്കെടുത്താൽ മറ്റെല്ലാവരെയും പിന്തള്ളി രമേശ് ചെന്നിത്തല ഇപ്പോൾ വളരെ മുന്നിലാണെന്ന് വ്യക്തമാകും. പുതിയ നിയമസഭാ തിരഞ്ഞെടുപ്പും മറ്റും വരാനിരിക്കെ കോൺഗ്രസിന്റെ സാമുദായിക സമവാക്യങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രാധാന്യമേറുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. സംസ്ഥാനത്തെ 2 പ്രബല സാമുദായിക സംഘടനകളായ NSSഉം SNDPയും തങ്ങൾ നടത്തുന്ന പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നു. ഈ 2 സംഘടനകളുടെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ നീക്കങ്ങൾ. SNDP യോഗം ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് പറയുകയും ചെയ്തു. വളരെ കാലമായി നിലനിന്നിരുന്ന പിണക്കം അവസാനിപ്പിച്ചുകൊണ്ടാണ് ചെന്നിത്തലയുമായി നായർ സർവീസ് സൊസൈറ്റി വീണ്ടും അടുത്തത്. NSS നേതൃത്വവും ചെന്നിത്തലയും തമ്മിലുള്ള മഞ്ഞുരുകലിന്റെ ഭാഗമായിട്ടാണ് NSS സംഘടിപ്പിച്ച യോഗത്തിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണമെത്തിയത്. മല്ലൻ ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയും
എൻ എസ് എസുമായി വർഷങ്ങളായി തുടരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ അവസാനമാകുന്നത്. 8 വർഷമായി എൻ എസ് എസും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണമായത്. കുറെ നാളുകളായി എൻ എസ് എസ് പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. 2013 കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണം എന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് വലിയ വിവാദമായത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം സുകുമാരൻ നായരുടെ ആവശ്യത്തോട് വഴങ്ങിയില്ല. വിവാദമായതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അന്ന് തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തു. അന്ന് ചെന്നിത്തലയ്ക്ക് വേണ്ടി വാദിച്ച എൻ എസ് എസിനെ ചെന്നിത്തല തന്നെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണ് ചെന്നിത്തലയും എൻ എസ് എസും തമ്മിൽ അകൽച്ച രൂപപ്പെട്ടത്. അതുപോലെ തന്നെ SNDPയുടെ ക്ഷണവും അപ്രതീക്ഷിതമായിരുന്നു. എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് SNDPയുടെ ക്ഷണവും എത്തുന്നത്. ഡിസംബർ മാസം 28 വൈക്കം ആശ്രമം ഹൈസ്കൂളിൽ നിന്നാണ് ശിവഗിരി തീർത്ഥാടന പദയാത്ര ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച് സമ്മേളനം SNDP ശക്തി കേന്ദ്രമായ വൈക്കത്താണ് നടന്നത്. ഈ സമ്മേളനത്തിലെ ഉദ്ഘാടകനായിട്ടാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത്. യോഗത്തിലേക്ക് SNDPയുടെ ക്ഷണം എത്തിയതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വലിയൊരു വെടിപൊട്ടിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മിടുക്കനും ചെറുപ്പക്കാരനുമായ നേതാവാണ് രമേശ് എന്നും അദ്ദേഹത്തിന് NSSുമായി ദീർഘകാലത്തെ ബന്ധമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മാത്രമല്ല NSS നേതൃത്വം രമേശ് ചെന്നിത്തലയെ വീണ്ടും കൂടെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരണം നടത്തി. രമേശിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് വൈകിയാണെങ്കിലും NSSന് വിവേകമുണ്ടായി കാണുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാവും NSSന്റെ പരിപാടിയിലേക്ക് വിളിച്ചതെന്നും അത് വലിയ വാർത്തയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി നടന്നു. നിലവിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ VD സതീശനെ വെള്ളാപ്പള്ളി വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവിനെ പോലെ എടാ പോറ എന്ന് പറഞ്ഞ് ആളുകളുടെ വെറുപ്പ് വിലയ്ക്ക് വാങ്ങിക്കുന്ന ആളല്ല രമേശ് ചെന്നിത്തല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. തമ്മിൽ ഭേദം തൊമ്മനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. NSSുമായി കൂട്ടുകൂടിയാൽ പ്രത്യേക ഗുണമൊന്നും രമേശിന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് NSSന് ഒരു കൊട്ടു കൊടുക്കാനും വെള്ളാപ്പള്ളി മറന്നില്ല. നിലവിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണെന്നും ഭരണം കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും UDF കൺവീനറും പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിലെ പ്രബലമായ 2 ഹിന്ദു സംഘടനകൾ ചെന്നിത്തലയ്ക്ക് അനുകൂലമായി രംഗത്തെത്തിയതോടെ ഹിന്ദു ജാതി സംഘടനകളുടെ പിന്തുണ ചെന്നിത്തലയ്ക്കുണ്ടെന്ന് ഏകദേശം വ്യക്തമായി. അതേസമയം മറ്റു മതങ്ങളുടെ പിന്തുണയുടെ കാര്യത്തിൽ വ്യക്തത വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ അക്കാര്യത്തിനും ചെറുതല്ലാത്ത രീതിയിൽ വ്യക്തത കൈവരികയാണ്. NSSനും SNDPക്കും പിന്നാലെ ഇസ്ലാമിക സംഘടനകളുടെ യോഗത്തിലേക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ജനുവരി 4 നടക്കുന്ന ജാമിയ നൂരിയ സമ്മേളന വേദിയിലേക്കാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടം ലഭിച്ചിരിക്കുന്നത്. ജാമിയ നൂരിയ സമ്മേളനത്തിലെ ഒരു സെഷന്റെ ഉദ്ഘാടകനായാണ് രമേശ് ചെന്നിത്തലയെ നിശ്ചയിച്ചിരിക്കുന്നത്. ജനുവരി 4 MK മുനീർ അധ്യക്ഷനാകുന്ന സെഷൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നേതാവ് എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കാകും എന്നുള്ളതാണ് ഇതിലേറെ ശ്രദ്ധേയം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളാണ് ജാമിയയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താൽപ്പര്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമായി കൂടി പ്രാധാന്യം നേടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ VD സതീശന് ക്ഷണമുണ്ടായില്ല. മാത്രമല്ല NSSും SNDPയും ക്ഷണിച്ചതിന് പിന്നാലെയാണ് മുസ്ലിം സംഘടനയുടെ ക്ഷണവും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനകളും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണെന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. പ്രത്യേകിച്ചും UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ചെന്നിത്തലയ്ക്ക് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള യാത്ര ചെന്നിത്തലയ്ക്ക് വളരെ എളുപ്പമാകും എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
NSS നേതൃത്വവും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കടുത്ത അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. NSSന്റെ സഹായം കൊണ്ടാണ് VD സതീശൻ പരവൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചതെന്ന് സുകുമാരൻ നായരുടെ പരാമർശം വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കി സതീശൻ രംഗത്തെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള വാക്പോര് ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും അക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. ഇരുവരും തമ്മിലുള്ള പിണക്കം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. സാമുദായിക ശക്തികളുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണ ആർജിച്ചെടുക്കുന്നത് അക്കാര്യത്തിൽ പരമപ്രധാനമായ കാര്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ സഖ്യകക്ഷികളുടെ ഈ പ്രത്യേക പരിഗണനകളും സാമുദായിക ശക്തികളുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണകരമായി മാറിയേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.